എഫെസ്യ ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ വാക്യം. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ 4-ാം അധ്യായം 30-ാമത്തെ വാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. നമ്മുടെ കഥകളിലേക്കാം. നിന്തിരു സന്നിധി ഞാനിതാ വന്നിടുന്നു. ചൊല്ലപ്പാടാം. നിന്തിരു സന്നിധി അനുഗ്രഹമായ ഈ പകൽ ദൈവസഭയായി നിങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന ഈ കാത്തിരിപ്പ് യോഗത്തിൽ പങ്കെടുക്കുവാൻ കുടുംബമായി ദൈവം ഒരുക്കിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ക്ഷണിച്ച ദൈവസഭയ്ക്ക് കർത്തൃദാസന്മാർക്ക് പ്രത്യേക വന്ദനം അറിയിക്കുകയാണ്. ഈ സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ബില്ലി ഗ്രഹാം
പ്രിയ കർത്തദാസൻ ബിജു മാത്യു, ഇവിടുത്തെ സഹോദരനായിരിക്കുന്ന സെക്രട്ടറി ആയിരിക്കുന്ന മാത്യൂസ് കുടുംബം, പ്രിയ സോനു ഷിനു കുടുംബം, എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ ഷിജു ആന്റണി കൊടുക്കാറിലുള്ള നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വസുവിഗ്രഹമായിട്ട് ദീർഘകാലമായി പരിചയം, ബന്ധങ്ങളുണ്ട്, സ്നേഹങ്ങളുണ്ട്. ബിജു മാത്യു അദ്ദേഹം ദീർഘവർഷങ്ങളായി അദ്ദേഹത്തിന്റെ കുടുംബവുമായി അല്ലെങ്കിൽ സഹോദരങ്ങളുമായി ഒക്കെ നല്ല ബന്ധങ്ങളുണ്ട്. മാത്യൂസ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ വല്യപ്പച്ചൻ ദൈവസഭ വേങ്ങൂർ സഭയ്ക്ക് അനുഗ്രഹമായ സ്ഥാപന നേതൃത്വം കൊടുത്ത പിതാവാണ്. അത്യാവശ്യൻ്റെ മാതാവിൻ്റെ മരണത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ആ കുടുംബങ്ങളുമായുള്ള അഭേദ്യമായ ബന്ധവും സ്നേഹമുണ്ട്. ഇവിടെ കാണുന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിങ്ങളെല്ലാം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാകും. ഇന്ന് പകൽക്കാലം സമയം വേർതിരിച്ച് ദൈവസത്തിൽ വന്നത് നിങ്ങൾക്ക് കർത്താവിനോടുള്ള സ്നേഹവും നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമായുള്ള ഒരു ദൈവിക ഇടപെടലിന് വേണ്ടിയിട്ടാണ്. ഇന്ന് പകൽ ദൈവം അത് ചെയ്യാൻ പോകുകയാണ്. ഞങ്ങൾക്കെല്ലാം മലയാളം അറിയാമല്ലോ അല്ലേ? അവരെ പിടിക്കാൻ അണ്ടർസ്റ്റാൻഡ്. ഈ പകൽ നമ്മുടെ ഹൃദയം